ഫലസ്തീനിൽ താൽക്കാലിക വെടിനിർത്തലിനും ഇസ്രായേലിന്റെ ഏകപക്ഷീയ നിർദ്ദേശങ്ങൾക്കും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഹമാസ് ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അവസാനിപ്പിക്കുന്നതിനായി 3 ഘട്ടങ്ങളുള്ള പദ്ധതി മുന്നോട്ട് വെച്ചു. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഹമാസ് മുന്നോട്ട് വെച്ചത്. ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥരെയാണ് ഹമാസ് ഇതിന്റെ വിശദാംശങ്ങൾ അറിയിച്ചത്. പദ്ധതി പ്രകാരം ഒക്ടോബർ 7-ന് ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ ഇസ്രായേൽ പൗരന്മാരെയും വിട്ടയക്കും. ഇതിന് പകരമായി 1500 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കണം. ഇതിനൊപ്പം ഗസയുടെ പുനർനിർമ്മാണം, ഇസ്രായേൽ സൈന്യത്തിന്റെ ഫലസ്തീനിൽ നിന്നുള്ള പൂർണ്ണമായ പിന്മാറ്റം എന്നീ ആവശ്യങ്ങളും ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 45 ദിവസങ്ങൾ വീതമുള്ള 3 ഘട്ടങ്ങളാണ് കരാറിനുണ്ടാവുക. ഇതിൽ ആദ്യഘട്ടത്തിൽ ഹമാസ് ബന്ദികളാക്കിയ പൗരന്മാരിൽ 19 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും രോഗം ബാധിച്ച വയോധികരെയും വിട്ടയക്കും. 2ാം ഘട്ടത്തിൽ മുഴുവൻ പുരുഷ തടവുകാരെയും വിട്ടയക്കും. 3ാം ഘട്ടത്തിൽ മൃതദേഹങ്ങൾ കൈമാറും. 3ാം ഘട്ടം അവസാനിക്കുന്നതിന് മുൻപ് ഇസ്രായേലുമായി കരാറിലെത്തി യുദ്ധം എന്നേക്കുമായി തീർക്കുകയാണ് ഹമാസിന്റെ പദ്ധതി. കരാറിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ ഫലസ്തീൻ ജനതയ്ക്ക് നൽകുന്ന സഹായത്തിൽ വർധന വരുത്തണമെന്നുമുള്ള ആവശ്യം ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ എന്നത് സയനിസ്റ്റ് കൊളോണിയൽ പ്രൊജക്റ്റ് ആയിരുന്നെന്നും അമേരിക്കയുടെ നേതൃത്വത്തിലെ വൻ ശക്തികൾ ആളും ആയുധവും അർത്ഥവും നൽകി പരമാവധി സഹായിച്ചിട്ടും ഫലസ്തീനികളെ പ്രതിരോധത്തിന്റെ മുന്നിൽ ഇല്ലാതായി പോവാനാണ് ഹമാസിന് ഇസ്രായേലിന് സാധിച്ചതെന്നും ഇസ്രായേൽ ഇതോടെ അവസാനിക്കുന്നുവെന്ന സൂചനയുമാണ് പ്രമുഖ ഇസ്രായേലി ചരിത്രകാരനായ ഇലാൻ പാപ്പയെ നിരീക്ഷിക്കുന്നത്. ഇസ്രായേലിനെ പിന്തുണക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് നേർക്കുനേരെ അഭിമുഖീകരിക്കേണ്ടി വന്ന കൈപ്പേറിയ സത്യത്തിന്റെ നിമിഷങ്ങളായിരുന്നു ഒക്ടോബർ 7. ചരിത്രം 2023 ഒക്ടോബർ 7-ന് മുൻപും ശേഷവും എന്ന അർത്ഥത്തിൽ വിഭജിക്കപ്പെടും. ഇസ്രായേൽ ഒരു രാഷ്ട്രമല്ല, അതൊരു അധിനിവേശ കൊളോണിയൽ പ്രൊജക്റ്റ് ആണെന്നാണ് അദ്ദേഹം കരുതുന്നത്. ഈ പ്രൊജക്റ്റ് അതിന്റെ അവസാന ഘട്ടത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇദ്ദേഹം നിരീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിന് കാരണം ഇസ്രായേൽ സ്ഥാപിതമായിരിക്കുന്നത് 3 അടിസ്ഥാന തൂണുകളിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ആദ്യത്തേത് അതിന്റെ ഭൗതിക ശക്തിയാണ്. ഇന്നവർക്ക് എല്ലാ സന്നാഹങ്ങളും ഭൗതികമായിട്ടുണ്ട്. അവ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയുടെ വലിയ ഉറച്ച പിന്തുണയോടുകൂടി അവർ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രായേൽ എന്നാൽ ഈ അവസ്ഥ ഏത് സമയവും ഈ ഘട്ടത്തിൽ മാറാൻ സാധ്യതയുള്ളതാണെന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. 2ാമത്തെ അതിന്റെ ഘടകം ഇസ്രായേലിൽ കുടിയേറ്റ സമൂഹത്തിന്റെ ഇഴയടപ്പമുള്ള സാമൂഹ്യ ബന്ധങ്ങളായിരുന്നു. അതിപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നില്ല. ഒക്ടോബർ 7-ലെ ഹമാസിന്റെ പ്രത്യാക്രമണം ഇസ്രായേലി സമൂഹത്തെ ഒന്നിച്ചു നിർത്തി എന്ന പ്രതീതി ഉണ്ടാക്കിയിരുന്നു. എങ്കിലും വാസ്തവത്തിൽ ഇസ്രായേലി സമൂഹം ഇപ്പോൾ എന്നേക്കാളും ഭിന്നിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അറബ് ഫലസ്തീനികളെ വെറുക്കുക എന്ന ഒറ്റ ഘടകത്തെ മാത്രം ആശ്രയിച്ചായിരുന്നു ഇവരുടെ ഐക്യം നിലനിന്നിരുന്നത്. പക്ഷെ അങ്ങനെ വെറും നിഷേധാത്മകമായ ഒരു സംഗതി ആശ്രയിച്ചുള്ള സാമൂഹ്യ ഐക്യമെന്നത് എന്നേക്കുമായി നിലനിൽക്കില്ല എന്നത് ഇപ്പോൾ അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. 3ാമത്തെ സംഗതി ഇസ്രായേലിന് ലഭിച്ചു വന്നിരുന്ന പാശ്ചാത്യരുടെ നിയമപരമായ പിന്തുണയാണ്. ഐക്യരാഷ്ട്രസഭയിലും മറ്റെല്ലാ അന്താരാഷ്ട്ര വേദികളിലും പാശ്ചാത്യ ശക്തികൾ ഇസ്രായേലിനെ നിരുപാധികം പിന്തുണച്ചു പോന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകമെങ്ങുമുള്ള പൗരാവകാശ സഞ്ചയങ്ങളുടെ പിന്തുണ ഇസ്രായേലിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പിന്തുണ യാചിക്കേണ്ട ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രമായി ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. തങ്ങളുടെ നയങ്ങൾക്കോ സാമ്പത്തിക പുരോഗതിക്കോ വേണ്ടിയല്ല, മറിച്ച് നിലനിൽപ്പിനുള്ള അവകാശം മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങേണ്ട ഗതികേടിലാണ് ഇസ്രായേൽ രാഷ്ട്രീയം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത്തരത്തിൽ ഈ കൊളോണിയൽ പ്രൊജക്റ്റ് അതിന്റെ അവസാന ഘട്ടത്തോട് അടുക്കുന്നു എന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്.